ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മൊഡ്യൂൾ 5 സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന മൊഡ്യൂൾ 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഈ വീഡിയോ ഉൾക്കൊള്ളുന്നത് ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, then statistical inquiries, then sixth one steps in statistical inquiries, then last one methods for collection of primary data. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള സ്റ്റേറ്റസ് ഓർ ഇറ്റാലിയൻ വേർഡായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ എന്നുള്ള വേർഡിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ഉൾത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ഓർ എ ഗവൺമെൻറ്. അപ്പോൾ ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ലാറ്റിൻ വേർഡായിട്ടുള്ള സ്റ്റേറ്റസ്, ഇറ്റാലിയൻ വേർഡായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ എന്ന രണ്ട് പദത്തിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം പൊളിറ്റിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നാണ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റ എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങപ്പെടുന്നത് 20th സെഞ്ച്വറിയിലാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ളത് വില്യം എസ് ഗോസെറ്റ് എന്ന ആളാണ് ഇത് ഡെവലപ്ഡ് ദി മെത്തേഡ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇത് ഡെവലപ്പ് ചെയ്യപ്പെട്ടത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വില്യം എസ് ഗോസെറ്റ് എന്നുള്ള ആൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ബേസ് ചെയ്യപ്പെടുന്നത് ഓൺ സ്മോൾ സെറ്റ് ഓഫ് ഡാറ്റ. ഒരു ചെറിയ തരത്തിലുള്ള സ്മോൾ സെറ്റ് ഓഫ് ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷയത്തെ പറ്റിയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് തയ്യാറാക്കിയിട്ടുള്ള ആളാണ് വില്യം എസ് ഗോസെറ്റ്. ദെൻ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫറൻ്റ് ആയ ആളുകൾ അതിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഡിഫറൻ്റ് ആയ തരത്തിലാണ്. ഓരോ ആളുകളും അതിനെ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ വ്യൂ ചെയ്യപ്പെടുന്നത് ഡിഫറൻ്റ് ആയ മാനറിലാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇറ്റ് ഈസ് എ ടേബിൾസ്, ചാർട്ട്, എക്സെട്ര. ചില ആളുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡ് കേൾക്കുന്ന സമയത്ത് ഇതിനെ മനസ്സിലാക്കുന്നത് ടേബിളായിട്ടായിരിക്കാം, ചാർട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോം ആയിരിക്കാം. ചില ആളുകൾ ഇതിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് എ സയൻസ്, ഒരു ശാസ്ത്രമായിട്ടാണ് ചില ആളുകൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ കാണപ്പെടുന്നത്. ചില ആളുകൾ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഫിഗേഴ്സ്, സെർട്ടൻ ഫിഗേഴ്സ്, നമ്പേഴ്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെടുന്നത് ഡിഫറെൻ്റ് പീപ്പിൾസും ഡിഫറെൻ്റ് മാനറിലാണ്. ചില ആളുകൾക്ക് ടേബിൾ ആവാം, ചാർട്ടാവാം, ചില ആളുകൾക്ക് സയൻസ് ആവാം, ചില ആളുകൾക്ക് ഫിഗേഴ്സ് ആവാം. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു വെബ്സ്റ്റർ എന്നുള്ള ആൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദി ക്ലാസിഫൈഡ് ഫാക്ട് റെപ്രസെൻറ്റിംഗ് ദി കണ്ടീഷൻസ് ഓഫ് ദി പീപ്പിൾ ഇൻ എ സ്റ്റേറ്റ്. ഇദ്ദേഹം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് ഒരു സെർട്ടൻ സ്റ്റേറ്റിലെ ജനങ്ങളെ, ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന, അവിടെ ഫാക്റ്റുകളെ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ട ക്ലാസിഫിക്കേഷനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിലെ പീപ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഫാക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെബ്സ്റ്റർ പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി
those facts which can be stated in numbers or any tables or classified arrangement. ഈ ഫാക്റ്റുകൾ അറേഞ്ച് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് നമ്പേഴ്സായിട്ടായിരിക്കാം, ടേബിളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസിഫൈഡ് അറേഞ്ച്മെൻറ്റ് രൂപത്തിലായിരിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് വെബ്സ്റ്റർ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു സെർട്ടൻ സ്റ്റേറ്റ് ഓഫ് പീപ്പിളിലെ കണ്ടീഷൻസുകളെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഫാക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെല്ലാം മേഖലകളിലാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിയുടെ സ്കോപ്പ് എന്താണ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 8 മേഖലകളിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. 1 ബിസിനസ്, 2nd one എക്കണോമിക്സ്, 3rd one മാത്തമാറ്റിക്സ്, ബാങ്കിങ്, 5th one in state management or administration, 6th one in accounting and auditing, then 7th one in nature and social science, and last one in astronomy. ഇങ്ങനെ 8 മേഖലകളിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഓരോ മേഖലകളിലും സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റേതായ ധർമ്മം വഹിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഗോളശാസ്ത്രം, അതുപോലെയുള്ള മേഖലകളിലെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പ്രധാനമായിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്: 1, ഇറ്റ് ഡീൽസ് വിത്ത് ഗ്രൂപ്പ് ആൻഡ് അഗ്രിഗേറ്റ് ഓൺലി. സ്റ്റാറ്റി എപ്പോഴും ഡീൽ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത് ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളെയാണ് സ്റ്റാറ്റി എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിലെ ആക്സിഡൻറ്റിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരൊറ്റ ആക്സിഡൻറ്റ് മാത്രമാണ് നടക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒറ്റ ആക്സിഡൻറ്റിൻ്റെ കണക്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഒരു മാസത്തിലെ ആക്സിഡൻറ്റ് എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു മാസത്തെ ആക്സിഡൻറ്റ് കണക്കുകളെ പറ്റി പഠിക്കുന്നതിനെയാണ് സ്റ്റാറ്റി ഉപയോഗിക്കപ്പെടുന്നത്. അല്ലാതെ ഒരൊറ്റ ആക്സിഡൻറ്റിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി സ്റ്റാറ്റി ഉപയോഗിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള പഠനം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നില്ല, പഠിക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ആയിട്ടുള്ള ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ് സ്റ്റാറ്റി ഡീൽ ചെയ്യപ്പെടുന്നുള്ളൂ. അത് ഇതിൻ്റെ ലിമിറ്റേഷനാണ്. 2, ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഡീൽ ചെയ്യപ്പെടില്ല. അതായത് നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണ്, നിങ്ങളുടെ ഇൻ്റലിജൻ്റ് എങ്ങനെയാണ്, തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നമുക്ക് മെഷർ ചെയ്യപ്പെടാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്. ഈ മെഷർ ചെയ്യപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ ഡീൽ ചെയ്യപ്പെടുന്നില്ല സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് പോയിൻ്റാണ്, ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ടു ഹെട്രോജീനിയസ് ഡാറ്റ. ഹെട്രോജീനിയസ് വൈവിധ്യമായ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഡാറ്റാസുകളെ ഇത് അപ്ലൈ ചെയ്യപ്പെടില്ല. ഇത് പഠിക്കപ്പെടുകയാണെങ്കിൽ ആ ഒരൊറ്റ ഫാക്റ്റ്, ഫോർ എക്സാമ്പിൾ ആക്സിഡൻ്റ് ആണെങ്കിൽ ആ ആക്സിഡൻറ്റ്, അതിലേക്ക് എന്ത് ചെയ്യില്ല, മറ്റൊരു ടോപ്പിക്കിനെ ആഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഈ ഇന്ത്യ രാജ്യത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ആ ഇന്ത്യ രാജ്യത്തിനെ മാത്രം മറ്റ് പഠിക്കും, അതിലേക്ക് ഒരു അമേരിക്ക അല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാനെ എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യില്ല. അപ്പോൾ വൈരുദ്ധ്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളെ എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യപ്പെടില്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദി ഡാറ്റ ഇൻപുട്ട് ഈസ് റോങ് ദ റിസൾട്ട് മൈറ്റ് ബി മിസ്ലീഡിങ്. നമ്മൾ കൊടുക്കപ്പെടുന്ന ഡാറ്റ തെറ്റാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടും സ്വാഭാവികമായിട്ടും തെറ്റിലേക്ക് അല്ലെങ്കിൽ റിസൾട്ട് എന്ത് ചെയ്യും, തെറ്റായ രൂപത്തിലേക്ക് ലീഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റാണ്, ഓൺലി എക്സ്പെർട്ട് പേഴ്സൺസ് ക്യാൻ ഹാൻഡിൽ ദി ഡാറ്റ. ഈ സ്റ്റാറ്റി അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ഹാൻഡിൽ ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിയുമായി എക്സ്പേർട്ടായ ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റുകൾ കൈകാര്യം ചെയ്യപ്പെടാൻ പറ്റും. ഇതും ഇതിൻ്റെ ലിമിറ്റേഷനാണ്. ദെൻ ദർ മേ ബി എറേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ ചില സമയങ്ങൾ എറേഴ്സ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത്രയും ലിമിറ്റേഷൻസാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഉള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്.
സ്റ്റാറ്റിയുടെ ക്യാരക്ടർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, they are enumerated or estimated according to a reasonable standard of accuracy. റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ എന്യൂമറേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസിൻ്റെ റീസണബിൾ ഏത് രൂപത്തിലാണ് അതിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റാറ്റ് എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുക. സെക്കൻഡ് പോയിന്റ്, they are affected by multiplicity of factors. സ്റ്റാറ്റിയുടെ അല്ലെങ്കിൽ സ്റ്റാറ്റിയെ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സുകൾ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് സ്റ്റാറ്റിയെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും സ്റ്റാറ്റിയുടെ ഒരു ക്യാരക്ടറാണ്. ദെൻ ദേ മസ്റ്റ് ബി ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. നിർബന്ധമായിട്ടും സംഖ്യാപരമായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കണം സ്റ്റാറ്റി. ദെൻ ദേ മസ്റ്റ് ബി അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്. സിംഗിൾ ആൻഡ് അൺകണക്റ്റഡ് ഫിഗേഴ്സ് ആർ നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. നിർബന്ധമായിട്ടും രണ്ടോ അതിൽ കൂടുതലോ ഉള്ള ഫാക്റ്റ് ആയിരിക്കും സ്റ്റാറ്റി ഡീൽ ചെയ്യപ്പെടുന്നത്. സിംഗിളോ അൺകണക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഫിഗേഴ്സുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ലിമിറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ആൻഡ് അൺകണക്റ്റഡ് ഫിഗേഴ്സ് ആർ നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. അത്തരത്തിലുള്ള ഡാറ്റാസുകൾ സ്റ്റാറ്റി അല്ല, അഗ്രിഗേറ്റ് ആയിട്ടുള്ള മൊത്തമായിട്ടുള്ള ഒന്നാണ് സ്റ്റാറ്റി എന്നുള്ളത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്. സ്റ്റാറ്റി ഡാറ്റ കളക്ട് ചെയ്യപ്പെടുമ്പോൾ അതിന് മുൻകൂട്ടിയുള്ള ഒരു ധാരണ, ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അതും സ്റ്റാറ്റിയുടെ ഒരു ക്യാരക്ടറാണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യപ്പെടുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ഡാറ്റാസിനെ കളക്ട് ചെയ്യപ്പെടും. The last one, statistics should be placed in relation to each other. സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റൊരാളുമായിട്ട് അവരുടെ കമ്പാരിസണിന് വേണ്ടിയിട്ട് അവരെ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് അവരുടെ റിലേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റി സഹായിക്കപ്പെടുന്നുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിയുടെ ഫങ്ഷൻ ഒന്ന്, ഇറ്റ് ഈസ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റികളെ സിംപ്ലിഫൈ ചെയ്യപ്പെടുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസനെ സഹായിക്കുന്നു. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിങ്ങിന് സ്റ്റാറ്റി സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യപ്പെടാനും ടെസ്റ്റ് ചെയ്യപ്പെടാനും സ്റ്റാറ്റി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യപ്പെടുമ്പോൾ റിസർച്ച് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുക. നമുക്ക് ഓൾറെഡി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സോ ആ സമയത്ത് പറയാം. സോ ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യപ്പെടാനും അത് ടെസ്റ്റ് ചെയ്യപ്പെടാനും സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു കണ്ടൻസ് മാസ് ഓഫ് ഡാറ്റ ഇൻ ടു എ ഫ്യൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. വലിയ തരത്തിലുള്ള ഡാറ്റകളെ വളരെ ചെറുതായ രൂപത്തിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ചുരുക്കപ്പെടാനും സഹായിക്കപ്പെടുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസ്. ഇറ്റ് റെഫേഴ്സ് ടു സെർച്ച് ഫോർ നോളജ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നോളജ് സെർച്ച് ചെയ്യപ്പെടുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ നോളജ് സെർച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസ് എന്ന് പറയാം. മറ്റൊരു ഭാഷയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസിനെ പറയുകയാണെങ്കിൽ ദ എൻക്വയറി അബൌട്ട് എനി പ്രോബ്ലം which have done with the help of statistical principles and methods is called statistical inquiry. ഏത് തരത്തിലുള്ള പ്രോബ്ലത്തിനെയും പറ്റി, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ എൻക്വയറി ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന് പറയാം. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ഡൺ ചെയ്യപ്പെടുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഉപയോഗിച്ചുകൊണ്ടാണ് എനി ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എൻക്വയറി ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന് പറയാം. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള എൻക്വയറീസ് ആണുള്ളത്. ഒന്ന് ജനറൽ പർപ്പസ് എൻക്വയറി എന്നും സെക്കൻഡ് വൺ സ്പെഷ്യൽ പർപ്പസ് എൻക്വയറി എന്നും. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ജനറൽ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുള്ള സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ് എൻക്വയറി. ഏത് രൂപത്തിൽ നമ്മൾ എൻക്വയറി നടത്തപ്പെടണമെന്ന് പ്ലാനിങ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്ലാൻ ചെയ്തതിന് ശേഷം ഡാറ്റാസുകളെ കളക്ട് ചെയ്യപ്പെടുക. നമ്മൾ ഏത് രൂപത്തിൽ എൻക്വയറി ചെയ്യപ്പെടണം പ്ലാൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ കളക്ഷൻ ഓഫ് ഡാറ്റാസിനെ കളക്ട് ചെയ്യപ്പെടുക. ദെൻ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് ദി കളക്റ്റഡ് ഡാറ്റ. നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്യപ്പെട്ട ഡാറ്റാസിൽ ഏതെങ്കിലും തരത്തിൽ എറേഴ്സുകളുണ്ടോ, ഒമിഷൻസുകളുണ്ടോ, അല്ലെങ്കിൽ വേറെ തരത്തിൽ ആഡിങ് ചെയ്യപ്പെടേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള ഡാറ്റാസുകൾ എഡിറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ഈ എഡിറ്റ് ചെയ്യപ്പെട്ട ഡാറ്റാസിനെ ടാബുലേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റുക, അതിനെ പ്രസൻറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ അനലൈസിങ് ദി ഡാറ്റ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഡാറ്റാസിനെ സ്റ്റഡി ചെയ്യപ്പെടുക, അനലൈസ് ചെയ്യപ്പെടുക. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസിൻ്റെ സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് മെത്തേഡ്സ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യപ്പെടാൻ ഉള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് പ്രൈമറി ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യപ്പെടാൻ പറ്റുക? ഒന്ന് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഒരു പേഴ്സണിനെ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യപ്പെടാം. മറ്റൊരു രൂപത്തിൽ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. അയാൾ അറിയാതെ മറ്റൊരാളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖേന അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലോക്കൽ സോഴ്സ്. പ്രാദേശികമായിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ പറ്റി നമുക്ക് കളക്ട് ചെയ്യപ്പെടാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ക്വസ്റ്റനെയർ മെത്തേഡ്. ക്വസ്റ്റനെയർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി ഡാറ്റാസ് നമുക്ക് ഉപയോഗിക്കും. ക്വസ്റ്റനെയർ നമുക്കറിയാലോ, ഒരു പേപ്പറിൽ നമ്മുടെ ഉദ്ദേശം എന്താ, ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിനനുസരിച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് അത് ആരിലേക്കാണോ കൊടുക്കേണ്ടത് അയാളിലേക്ക് കൊടുത്തിട്ട് അയാളെ കൊണ്ട് പൂരിപ്പിക്കുന്ന മെത്തേഡിനെയാണ് ക്വസ്റ്റനെയർ മെത്തേഡ് എന്ന് പറയും. മറ്റൊരു ഫോമാണ് രജിസ്ട്രേഷൻ. ഏതെങ്കിലും രൂപത്തിലുള്ള രജിസ്ട്രേഷൻ മുഖേന ഡാറ്റ കളക്ട് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ക്വസ്റ്റനെയർ ബൈ പോസ്റ്റ് വഴി ക്വസ്റ്റനെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യപ്പെടുക. ദെൻ നെക്സ്റ്റ് ബൈ എന്യൂമറേറ്റേഴ്സ്. എന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എ പേഴ്സൺ എംപ്ലോയ്ഡ് ഇൻ ടേക്കിംഗ് എ സെൻസ് ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എടുക്കപ്പെടുന്ന ആളിനെ വിളിക്കപ്പെടുന്ന പേരാണ് എന്യൂമറേറ്റേഴ്സ്. സോ എന്യൂമറേറ്റേഴ്സ് വെച്ചുകൊണ്ടും പ്രൈമറി ഡാറ്റാസ് കളക്ട് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ബൈ ടെലഫോൺ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ത്രൂ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യപ്പെടാൻ പറ്റും, പിന്നെ ഡാറ്റാസ് കളക്ട് ചെയ്യപ്പെടാൻ പറ്റും.